ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. എൻ്റെ ഇന്നത്തെ ഈ യാത്ര കണ്ണൂരേക്കാണ്. കണ്ണൂരിലെ ചില കാഴ്ചകളും അവയുടെ വിശേഷങ്ങളുമൊക്കെയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര. നമ്മുടെ ട്രെയിൻ യാത്രയുടെ എല്ലാ സങ്കല്പങ്ങളെയും മാറ്റിമറിച്ച ഒരു യാത്രാ അനുഭവം നമ്മൾക്കൊക്കെ കാഴ്ചവെച്ച വന്ദേ ഭാരതിൻ്റെ ഒരു യാത്രയും കൂടിയാണിത്. കാലാകാലങ്ങളായി നമ്മളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സാധാരണ ട്രെയിനുകളിലെ യാത്രയെ അപേക്ഷിച്ചും ഈ വന്ദേ ഭാരതിലെ യാത്ര എന്തുകൊണ്ടും നമുക്കൊരു പ്രത്യേക അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ, ശീതീകരിച്ച കമ്പാർട്ട്മെൻറ്റുകൾ, യാത്രക്കാരുടെ തിക്കുതിരക്കുകളൊന്നുമില്ലാതെ വളരെ സന്തോഷകരമായ രീതിയിൽ ഒച്ചയും ബഹളമൊന്നുമില്ലാതെ, കച്ചവടക്കാരുടെ തിക്കുതിരക്കുമില്ലാതെ, യാചകരുടെ ശല്യങ്ങളൊന്നുമില്ലാതെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ, അതും വളരെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പം അതിലെ ഒരു യാത്രയും കൂടിയാണ് ഇന്ന് നമ്മൾ. കണ്ണൂരേക്കാണ് ഇന്ന് യാത്ര പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. കണ്ണൂർ ചരിത്രമുറങ്ങുന്ന ഒരു നഗരവും നമുക്ക് കണ്ണൂരിനെ വിശേഷിപ്പിക്കാം. ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഒരുപാട് ചരിത്രകാരന്മാരും ചരിത്രത്തിനൊപ്പം നടന്നു നീങ്ങിയവരെയൊക്കെ സംഭാവന ചെയ്ത വലിയ ഒരു സാംസ്കാരിക പൈതൃകമുള്ള കണ്ണൂരേക്കാണ്. ആ കണ്ണൂരെ കാഴ്ചകളാണ് നമ്മളിന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലത്തിനൊപ്പവും ചരിത്രത്തിനൊപ്പവും സഞ്ചരിച്ച ഒരുപാട് സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതാക്കളുടെ തട്ടകമാണ് കണ്ണൂരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴമയുടെ പൈതൃകം പേറുന്ന ഒരു വലിയ നഗരമെന്ന് വേണമെങ്കിൽ കണ്ണൂരിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പയ്യാമ്പലത്തേക്കാണ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പയ്യാമ്പലം എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ സാംസ്കാരിക, സാമൂഹിക രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളുമുള്ള ഒരു സ്ഥലമാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. ഒരു ബീച്ചാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ ആദ്യമായി എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് മാറിയാണ് പയ്യാമ്പലം സ്ഥിതി ചെയ്യുന്നത്. പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന് വളരെ മനോഹരമായൊരു ഉദ്യാനവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു പാർക്ക്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ, വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു പാർക്ക്, പയ്യാമ്പലം പാർക്ക്. അതിനുള്ളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു ശില്പം അതിൻ്റെ ഏറ്റവും മുൻപിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ശില്പി അമ്മ എന്ന സങ്കല്പത്തെ മുൻനിർത്തി ചെയ്ത ഒരു വലിയ കലാരൂപമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങൾ പേർന്ന, ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു ശില്പം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അമ്മയും ലോകവുമായുള്ള ബന്ധവും അമ്മയും കുഞ്ഞുമായുള്ള ബന്ധവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വലിയ അർത്ഥവത്തായ ഒരു ശില്പം. അതിൻ്റെ കാഴ്ചകളും കടന്ന് നമ്മൾ മുൻപോട്ട് ചെല്ലുമ്പോൾ ഉയർന്നു ചാടുന്ന 2 മത്സ്യ കന്യകകളുടെ രൂപം, അതായത് ജലത്തിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പൊന്തി വരുന്ന 2 മത്സ്യകന്യകകളുടെ ശില്പം. ഒരുപാട് അർത്ഥങ്ങൾ ഇതിനും നമുക്ക് കൽപ്പിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവയുടെ നിലനിൽപ്പിൻ്റെയും ഒക്കെ ആ പെരുമയെ വിളിച്ചോതുന്ന ഒരു ശില്പം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇവിടെയൊക്കെയും കടന്ന് നമ്മൾ മുൻപോട്ട് ചെല്ലുമ്പോൾ, അതായത് പയ്യാമ്പലം ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ
നമ്മളെ ഓരോരുത്തരെയും ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പയ്യാമ്പലം ബീച്ചിലെ സ്മൃതി മണ്ഡപത്തിലേക്കാണ്, അതായത് ചരിത്രത്തിനൊപ്പം നടന്നവരും ചരിത്രം സൃഷ്ടിച്ചവരും ചരിത്രത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരുമൊക്കെയായ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള പ്രഗത്ഭരായ ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് സമൂഹത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചവർ, അവരുടെ സ്മൃതി മണ്ഡപങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ആദ്യമേ തന്നെ കാണുന്നത് MV രാഘവൻ എന്ന് പറയുന്ന വിപ്ലവകാരിയുടെ സ്മൃതി മണ്ഡപമാണ്. അതും പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഒരു വലിയ പുസ്തകം തുറന്നു വെച്ച രീതിയിൽ ഒരു സ്മൃതി മണ്ഡപം കാണാം. ആ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം തന്നെ തുറന്ന പുസ്തകമാക്കി മാറ്റിയ ഒരു വലിയ പ്രതിഭയുടെ സ്മൃതി മണ്ഡപമാണത്. അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച സുകുമാർ അഴീക്കോട് എന്ന പ്രൊഫസർ സുകുമാർ അഴീക്കോട് എന്ന് ലോകം വിളിച്ച വലിയ വിപ്ലവകാരിയുടെ സ്മൃതി മണ്ഡപമാണിത്. ജീവിതം തന്നെ വിപ്ലവത്തിനായി മാറ്റിവെച്ച, വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ച ഒരു വലിയ പ്രതിഭയാണ്. ആ പ്രതിഭയുടെ ജീവിതം, തലമുറകളോളം നിലനിൽക്കുന്ന ആ ജീവിതത്തിൻ്റെ ഒരു നേർസാക്ഷ്യം പോലെയാണ് ഈ സ്മൃതി മണ്ഡപം. ഒരു തുറന്ന പുസ്തകം നമുക്ക് മുൻപിലേക്ക് വച്ചിരിക്കുകയാണ്. അതും പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് മറ്റൊരു സ്മൃതി മണ്ഡപമാണ്. ഒരു മികച്ച വലിയ ഭരണാധികാരിയായിരുന്ന ഒരു വലിയ വിപ്ലവകാരിയുടെ സ്മൃതി മണ്ഡപം. ജീവിതം തന്നെ ആദർശമാക്കിയ, അല്ലെങ്കിൽ ആദർശം ജീവിതമാക്കിയ, എളിമ കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ വലിയ ഒരു പ്രതിഭ, സഖാവ് EK നായനാർ. കേരളം കണ്ട മികച്ച ഭരണാധികാരികളിലൊരാളായ EK നായനാരുടെ സ്മൃതി മണ്ഡപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതും പിന്നീട് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് മറ്റൊരു വിപ്ലവകാരിയുടെ സ്മൃതി മണ്ഡപമാണ്, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ. ഒരു മികച്ച ഭരണാധികാരി, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്, മികച്ച സംഘാടകൻ, ഒരു വലിയ മനുഷ്യസ്നേഹി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്കും അപ്പുറത്തേക്ക് നീളുന്ന ഒരു വലിയ പ്രതിഭയുടെ, ഒരു വലിയ നേതാവിൻ്റെ സ്മൃതി മണ്ഡപമാണിത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന വലിയ മനുഷ്യൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്മൃതി മണ്ഡപവും പിന്നിട്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ, പ്രഗത്ഭരായ നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉൾപ്പെടെ വലിയ പ്രതിഭകളുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഈ പയ്യാമ്പലം എന്ന് പറയുന്നത്. ചരിത്രഭൂമി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ജീവിതം തന്നെ സമൂഹത്തിനും നാടിനും വേണ്ടി മാറ്റിവെച്ചവർ, സൂര്യനെപ്പോലെ കത്തിജ്വലിച്ചവർ, എരിഞ്ഞടങ്ങിയ ഒരു മണ്ണ്. ഈ കാഴ്ചകളൊക്കെ തന്നെ നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. ഇവരുടെ ഓരോ വാക്കും അവർ പിന്നിട്ട വഴികളും ഇതൊക്കെയും നമുക്ക് ഓർമ്മ വരും ഈ മണ്ണിൽ നിൽക്കുമ്പോൾ. നമ്മളിത് കാണുമ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായി മാത്രമല്ല കാണുന്നത്, ഇവരുടെ ജീവിതവും ഇവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളും സന്ദേശങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരമ്പി വരും. അത് വലിയൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. ഇവർ ബാക്കി വെച്ചു പോയ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ ചെയ്തു തീർക്കണമെന്നുള്ള വലിയൊരു ബാധ്യത,
ആ ഒരു ചിന്തയും ആ ഒരു ഓർമ്മപ്പെടുത്തലുമായാണ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ എന്തുകൊണ്ടും പയ്യാമ്പലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരു നക്ഷത്രമായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മുൻപോട്ട് ചെന്നാൽ പയ്യാമ്പലം ബീച്ചാണ്. വലിയ ഒരു ബീച്ച്. സന്ധ്യാസമയത്ത് 4 മണിക്ക് ശേഷം വളരെയധികം ആളുകളുള്ള, തിരക്കുകളുള്ള, എന്നാൽ വളരെ ശാന്തമായ ഒരു ബീച്ച്. സൗകര്യപ്രദമായ രീതിയിൽ, വൃത്തിയായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബീച്ച്. മാലിന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പേപ്പറുകളോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സുന്ദരമായി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബീച്ച്. സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളും നടന്നു പോകാനുള്ള ഫുട്പാത്തുകളും ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ എല്ലാം വളരെ ചിട്ടയോടുകൂടി മനോഹരമായി ക്രമീകരിച്ചിട്ട് ആ പയ്യാമ്പലത്തിൻ്റെ പൈതൃകത്തിനും പയ്യാമ്പലത്തിൻ്റെ പെരുമയ്ക്കുമൊത്ത രീതിയിൽ തന്നെ ആ ബീച്ച് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷവാന്മാരാക്കുന്നത്. പയ്യാമ്പലത്തെ കാഴ്ചകളും പിന്നിട്ട് നമ്മൾ മറ്റൊരു ചരിത്ര ഭൂമിയിലേക്കാണ് ഇപ്പോഴത്തെ യാത്ര. പയ്യാമ്പലത്തിന് വളരെ അടുത്ത് തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം അപ്പുറം മാറി കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട്, അവിടേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ഈ കണ്ണൂർ കോട്ടയ്ക്ക്, സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്നത് കണ്ണൂർ കോട്ടയ്ക്ക് ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യമായ ആ കോട്ട കാണുവാനാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കടലിനോട് ചേർന്ന് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ കണ്ണൂർ കോട്ട 1505 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന, ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഈ കണ്ണൂർ കോട്ട അന്നത്തെ കാലത്ത് പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ സൈനിക കേന്ദ്രമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഇടയ്ക്ക് അറയ്ക്കൽ രാജവംശത്തിൻ്റെയുമൊക്കെ കൈവശമായിരുന്ന ഈ കണ്ണൂർ കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലും അവരുടെ മേൽനോട്ടത്തിലുമാണ് പരിപാലിച്ചു പോരുന്നത്. സംരക്ഷിത സ്മാരകമായി അവരിതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ഒരുപാട് സേനാ നീക്കങ്ങൾ, മലബാറിൻ്റെ സിരാകേന്ദ്രമെന്നൊരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ കണ്ണൂർ കോട്ട എന്തുകൊണ്ടും സഞ്ചാരികൾക്ക് വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ച സംഭാവന ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ ഇവിടെ പ്രവേശനമുണ്ട്. ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇത് കാണുവാനും ഇവിടെ സമയം ചിലവഴിക്കാനുമൊക്കെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കടലിനോട് ചേർന്ന്, കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഈ കോട്ട. ഒരുപാട് പീരങ്കികൾ ഇപ്പോഴും അതിൻ്റെ സ്മാരകങ്ങളായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കടലിലേക്ക് ചൂണ്ടി നിൽക്കുന്ന രീതിയിൽ കടൽ കടന്നെത്തുന്ന ശത്രുക്കളെ നേരിടാനായി അന്നത്തെ കാലത്ത് സ്ഥാപിച്ചിരുന്ന ആ പീരങ്കികൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ പീരങ്കികളിലേക്ക് ആവശ്യമായ വെടിയുണ്ടകൾ, വലിയ പീരങ്കി ഉണ്ടകൾ, അതിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ ഇടാനുള്ള ജയിലറകൾ, സൈനികർക്ക് ആവശ്യമായ മുറികൾ, അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ മറ്റു വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും സൂക്ഷിക്കാൻ ആവശ്യമായ മുറികൾ, അതുപോലെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാനും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള
സ്ഥലങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഭരണസിരാകേന്ദ്രമായിരുന്നു, സൈനിക കേന്ദ്രമായിരുന്ന ഈ കോട്ട. ഇതിന് ചുറ്റും വലിയ കിടങ്ങുകൾ, വലിയ താഴ്ചയിലുള്ള തോടുകൾ പോലെ കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവയൊക്കെയും വെള്ളം നിറച്ച് അതിലൊക്കെയും മുതലകളെ വളർത്തിയിരുന്നു, ശത്രുക്കളുടെ കടന്നുകയറ്റം തടയുന്നതിനായിട്ട്. അങ്ങനെയൊക്കെ എന്തുകൊണ്ടും മലബാറിൻ്റെ സൈനിക നീക്കത്തിൽ വലിയൊരു നാഴികക്കല്ലായിരുന്ന ഒരു കോട്ടയാണ് ഈ കണ്ണൂർ കോട്ടയെന്ന് പറയപ്പെടുന്നത്. വെട്ടുകല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഈ കോട്ട 500 ആണ്ടിന് ശേഷവും അതേ രീതിയിൽ തന്നെ പരിപാലിച്ചു പോരുന്നു, നിലനിർത്തിക്കൊണ്ട് പോരുന്നു. കൽവഴികളും അതിൻ്റെ വാതിലുകളും അതുപോലെ തന്നെ കടലിനോട് ചേർന്നായതുകൊണ്ട് കടൽ ക്ഷോഭം ഉണ്ടാകുന്ന സമയത്തൊക്കെയും യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കാത്ത രീതിയിൽ വളരെ ഉറപ്പോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കോട്ട നമ്മുടെ പൈതൃക സ്മാരകങ്ങളിൽപ്പെടുന്ന ഒന്നാണ്. അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലും 4 മണിക്ക് ശേഷമുള്ള സമയങ്ങളിലുമൊക്കെ സഞ്ചാരികൾക്കിവിടെ എത്തിച്ചേരുവാനും അവർക്കിവിടെ സമയം ചിലവഴിക്കാനും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും ഫാമിലികൾക്കും ഒക്കെ അവരുടെ വിശ്രമവേളകൾ ഇവിടെ വിനിയോഗിക്കാൻ ആവശ്യമായ എല്ലാ രീതിയിലുള്ള സൗകര്യപ്രദമായ രീതിയിൽ ടോയ്ലറ്റുകൾ, അതുപോലെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ ഒരു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അവയൊക്കെയും കാണാൻ ദിവസേന നിരവധി വിനോദസഞ്ചാരികൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ചരിത്രം അന്വേഷിച്ചും ഗവേഷകരും ചരിത്ര വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചരിത്രത്തെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ സഞ്ചാരികളായി നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം. അങ്ങനെ എന്തുകൊണ്ടും ഈ കണ്ണൂർ കോട്ടയെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടതും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമായ ഒരു ചരിത്ര സ്മാരകമാണ്. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ.